നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. സംസ്ഥാനത്തെ ഗ്രാമീണ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽ ജീവൻ മിഷൻ പ്രവൃത്തികൾ നിർത്തിവെച്ച് കരാറുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. 5000 കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് കരാറുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. ഇതുവരെ ചർച്ചകൾക്ക് തയ്യാറാകാതിരുന്ന വാട്ടർ അതോറിറ്റി അധികൃതർ കരാറുകാരെ തിങ്കളാഴ്ച ഏതായാലും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 45,000 കിലോമീറ്റർ ഗ്രാമീണ റോഡുകളാണ് പൈപ്പ് ഇടാനായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ആ പ്രവൃത്തികൾ നിർത്തിവെച്ചുകൊണ്ടാണ് കരാറുകാർ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ കരാർ പദ്ധതി പൂർത്തീകരിച്ച ബില്ലുകൾ കൈമാറുന്നതിലും ഒരു കൃത്യതയില്ലെന്നാണ് പരാതി. കാരണം സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് ബില്ലുകൾ നൽകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇത് സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു തുണ്ട് കടലാസിന്റെ വില പോലും അതിന് കൽപ്പിച്ചില്ല എന്നുള്ള ഏതൊരു ഖേദകരമായ അവസ്ഥ. ഇതിൽ ഏറ്റവും വളരെ ഭയാനകമായി കേരളത്തിലെ മൊത്തം കരാറുകാരെന്ന് വലിയ ആശങ്കയിൽ സീനിയോറിറ്റി അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് ബില്ല് കൊടുത്തു എന്നുള്ളതാണ് ഏറെ ഭയാനകം. പല കരാറുകാരെയാണ് ഇന്ന് പൊതുജനങ്ങൾ പൊടി പറയുന്നത്. കരാറുകാർക്ക് പണം കിട്ടിയോ ആ പണം കൊടുത്തോ എന്നുള്ളത് ആരും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഒരു ഗതികേട് കൊണ്ടാണ് ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർ അവരുടെ വീട് അടക്കം ജപ്തി നടപടിയിലേക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നാൽ ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊരു ഒരു നിലപാട് പോലും എടുക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം നമുക്കറിയാം റിസ്ക് ആൻഡ് കോസ്റ്റ് ഉൾപ്പെടെയുള്ള നിലപാടുകൾ ചിലപ്പോൾ ഭരണാധികാരികൾ എടുക്കും. ഞങ്ങൾ കോടതിയെ അടക്കം ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനുള്ള നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും തിങ്കളാഴ്ച വാട്ടർ അതോറിറ്റി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിലും തീരുമാനമായിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കും. അതായത് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നിർത്തിവെക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് പൈപ്പ് പൊട്ടിയാൽ പോലും നന്നാക്കാൻ ആൾ വരില്ല എന്നർത്ഥം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.